Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് മട്ടരി വെച്ചിട്ടാണ്. മട്ടരി വെച്ചിട്ട് മുന്നേ ഞാൻ പല റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നോട് കുറച്ച് പേരും കൂടെ എന്നെ കൂടുതൽ മട്ടരി വെച്ചിട്ടുള്ള റെസിപ്പീസ് ഒന്ന് ചെയ്യാവോ എന്ന് ചോദിച്ചതിൻ്റെ ഒരു കൺസിഡർ ചെയ്തിട്ടാണ് ഇന്നത്തെ റെസിപ്പി ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് മട്ടരി വെച്ചിട്ട് ഉണ്ടാക്കുന്ന പുട്ട് കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ്സോളം വെള്ളം അല്ലെങ്കിൽ ഒരു കപ്പോളം ഏകദേശം 200 ml വരുന്ന ഒരു കപ്പോളമുള്ള മട്ടരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ മട്ടരി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. ഈ മട്ടരി മാത്രമല്ല, നമുക്ക് ഏത് അരി വെച്ചിട്ട് വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പം ബസ്മതി റൈസ് വെച്ചിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇഡ്ഡലി റൈസ് എന്ന് പറഞ്ഞ് മേടിക്കുന്നത് റൈസ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം. അപ്പം ഞാൻ കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ട്. പക്ഷേ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം ഞാൻ നേരത്തെ എടുത്ത കളറൊന്നും അല്ല, അതിൻ്റെ കളറൊക്കെ ഇളകിയിട്ടാന്ന് തോന്നുന്നു. കണ്ടോ, ഇപ്പം റൈസിൻ്റെ ആ ഒരു വെളുത്ത കളറായി മാറി. എന്തുമാത്രം ആയുണ്ടോന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു 2 മണിക്കൂർ ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഇതുപോലെ ഞാനൊന്ന് അരിപ്പയിലൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളയാൻ വേണ്ടി ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 മണിക്കൂറിന് എത്രത്തോളം നിങ്ങൾ കൂടുതൽ ഇത് വെക്കുന്നോ അത്രത്തോളം നമ്മുടെ പുട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പം ഞാനിവിടെ 2 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. ഞാൻ വെച്ചിരുന്ന സമയത്ത് അത് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് വെച്ചത്. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി പെട്ടെന്നായി കിട്ടി. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം. ചൂടുവെള്ളം വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്തുള്ള വെള്ളം ഒക്കെ വാർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ ബാച്ചായിട്ട് മിക്സിയിൽ ചെറിയ ജാറിനകത്തൊന്ന് അടിച്ചെടുത്തിട്ട് വരണം. ഞാൻ മുന്നും ഇതിൻ്റെ റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഈ ഒരു മട്ടരി വെച്ചിട്ടുള്ള പുട്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇതിനെക്കുറിച്ച് പറയാത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുന്നത്തെ റെസിപ്പീസൊക്കെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അടിച്ചെടുക്കുമ്പോൾ ഒരു തുള്ളി പോലും വെള്ളം നമുക്ക് ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം അതിനകത്ത് പിടിച്ചിട്ടുണ്ടാവും ഈ അരിക്കകത്തോട്ട്. കണ്ടോ, അപ്പോൾ ഇനി ഇത് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ്, നല്ല നനച്ച പുട്ട് കിട്ടുന്നത് പോലെയാണ് നമുക്ക് വരിക. ഇതുപോലെയാണ് വന്നിരിക്കുന്നത്, നല്ല നനച്ചതുപോലെ. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാനൊന്ന് അടിച്ചെടുത്ത് വന്ന് ഈ പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ഇഡ്ഡലിത്തട്ടിൽ വെച്ചിട്ടാണ് ഇതൊന്ന് ആവി കയറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആവി കയറ്റുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് പെട്ടെന്നായി കിട്ടും, രണ്ട് ഉള്ളതാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഇഡ്ഡലി തട്ടെന്ന് പ്രത്യേകിച്ച് പറയുന്നത്. ഇനിയിപ്പോൾ അതെല്ലാം നമ്മുടെ വീട്ടിൽ നമുക്ക് ബാക്കി വന്നിട്ടുള്ള പുട്ടാണെന്നുണ്ടെങ്കിലും അതുപോലെ ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതാണെന്നുണ്ടെങ്കിൽ അല്പം ഒന്ന് ആവി കയറ്റിയതിന് ശേഷം നമുക്കിതുപോലെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇഡ്ഡലി തട്ടിലാണ് ഉണ്ടാക്കുന്നത്. അതാണ് കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് ഇരിക്കുക, കുറേ നേരം കൂടെ സോഫ്റ്റായിട്ട് ഇരിക്കും ഇങ്ങനെ ഇഡ്ഡലി തട്ടിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 2 ഇഡ്ഡലി തട്ടിലും ഇതുപോലെ നിറച്ചെടുത്ത് വരാം. അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടിലാണെങ്കിൽ പോലും ഞാൻ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. 2 ഇഡ്ഡലിയുടെ തട്ടുകൾ തമ്മിൽ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ മുട്ടുന്ന രീതിയിലൊക്കെയാണ് ഞാൻ ഈ പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് അല്പം തേങ്ങ കൂടെ ചേർക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. പക്ഷെ ആ തേങ്ങയും കൂടെയും ഈ ആവിയിൽ ഒന്നിങ്ങനെ ഒന്ന് സ്റ്റീമായി വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു സ്വാദ് ഉണ്ടാവും ഇതിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് 1 ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഞാൻ 2 തട്ടിലും ഇതുപോലെ തന്നെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ പഞ്ചസാര ചേർക്കേണ്ട കാര്യമില്ല, നമ്മളിത് ഇത്തിരി സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി തട്ടിൽ പുട്ടൊക്കെ ഇവിടെ പുട്ടിൻ്റെ പൊടി റെഡിയാണ്. ഇനി നമ്മളിത് ഇഡ്ഡലി തട്ടിലോട്ടൊന്ന് ഇറക്കി വെച്ചിട്ട് നമ്മൾ ഈ സാധാരണ ഈ ഒരു പുട്ട് വേവിക്കുന്നത് പോലെ തന്നെ നമ്മളിതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റ് ഒരു 6 മിനിറ്റോളം ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ 6 മിനിറ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത് സമയം. അപ്പോൾ 6 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 6 മിനിറ്റ് കഴിഞ്ഞു. നല്ല ആവി പറക്കുന്ന പുട്ട് ഇവിടെ റെഡിയാണ്. ഇഡ്ഡലിപ്പുട്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇഡ്ഡലിപ്പുട്ട് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു വേറൊരു ബൗളിനകത്തോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ചെറുതായിട്ട് ചൂടൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു ബൗളിനകത്തോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഞാനൊന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രഷ് തേങ്ങയല്ല കേട്ടോ, ഇവിടെ ഫ്രഷ് തേങ്ങ തീർന്നിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡെസിക്കേറ്റഡ് കൊക്കനട്ടാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഫ്രഷ് തേങ്ങയൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഇരട്ടി സ്വാദായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിനി ബാക്കിയുള്ള പുട്ടും കൂടെ ഇതുപോലെ തന്നെ ഒന്ന് ഒരു പാത്രത്തിനകത്തോട്ടൊന്ന് മാറ്റിയെടുത്തിട്ട് വരാം.
അപ്പം ഞാൻ ഉള്ള പുട്ടുകൾ എല്ലാം ഇതുപോലെ ഒന്ന് ആക്കിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം, എന്തെങ്കിലും ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മളിനി ഇതൊന്ന് മസാലയിലൊക്കെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ച് ഉടച്ചു കൊടുത്താൽ മതിയാവും. ഞാൻ പിന്നെ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല. സാധാരണ ഇതുപോലത്തെ മട്ടരിയിലൊക്കെ ചെറുതായിട്ട് ഉപ്പൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്തില്ലായിരുന്നു. ഇനി നിങ്ങൾക്ക് ഉപ്പ് ചേർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത സമയത്ത് ചേർത്താലും മതിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഒരു മസാല ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്കും ഞാനൊരു 2.5 ടേബിൾ സ്പൂണോളമുള്ള വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുട്ടൊക്കെ ആകുമ്പോഴത്തേക്കും നാടൻ ഭക്ഷണമല്ല, അപ്പോൾ വെളിച്ചെണ്ണയാണ് ഇച്ചിരി സ്വാദായിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഞാനൊരു 2 പച്ചമുളക് നടുവേ കീറിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കടുകിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ കടുക് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളമുള്ള കടുക്. ഞാൻ കടുക് ചേർക്കുന്നില്ല, കടുകൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കടുക് ചേർത്തിട്ടില്ല. ഇനി പച്ചമുളകൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഞാൻ 2 സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. സവോളയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് സോഫ്റ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയിലൊക്കെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിനി അല്പം കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് കീറിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം, എങ്കിലാണ് ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് നമ്മുടെ ഈ ഒരു മസാലയിലൊക്കെ ഒന്ന് ഇറക്കത്തുള്ളൂ. അപ്പം ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് ഈ ഒരു ഇതിൻ്റെ നിറം ഒന്ന് മാറുന്നത് വരെ ഇളക്കിയിട്ട് തന്നെ വരണം. നമ്മൾ സാധാരണ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ സവോള നമ്മൾ വഴറ്റുന്നത് പോലെ തന്നെ അത്രയും സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ സവോളയൊക്കെ അത്യാവശ്യമൊക്കെ ഒന്ന് സോഫ്റ്റായി നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്കിനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് മുളക് പൊടിയാണ്. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/4 ടീസ്പൂണോളമുള്ള കാശ്മീരി ചില്ലി പൗഡർ, അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർക്കാം. പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഗരം മസാലപ്പൊടിയാണ്, അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മല്ലിപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഞാൻ മല്ലിപ്പൊടി സ്കിപ്പ് ചെയ്തു, അതിന് പകരമാണ് ഞാൻ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇളക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം മസാലയുടെ പച്ചമണക്കം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു തക്കാളി ഞാൻ നീളത്തിൽ അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളിയും 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു മസാലയിലൊന്നും. നമ്മൾ സവോള വഴറ്റുന്ന സമയത്തൊന്നും ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഞാനൊരു ഏകദേശം ഒരു 1/4 ടീസ്പൂണോളമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ഇതിനകത്തോട്ട് അല്പം ക്യാരറ്റ്, ഒരു 1/2 ക്യാരറ്റ് ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം ചെറുതാക്കി അരിയുന്നോ അത്രത്തോളം നമുക്കിത് പെട്ടെന്ന് ഈസി ആയിട്ട് വെന്ത് കിട്ടും. പിന്നെ കാണാനും ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കുഞ്ഞിതായിട്ട് അരിയുമ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ക്യാരറ്റിന് പകരം ബീൻസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ബീൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പച്ചക്കറികളാണ് ഇഷ്ടം അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിനകത്ത്. അപ്പോൾ ഇനി ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പത്തിരുന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിരുന്ന് ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് ഉടയണം. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടയുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/4 കപ്പോളമുള്ള ചൂടുവെള്ളം. ഞാൻ ഒത്തിരി അങ്ങ് ഗ്രേവി ആക്കിയത് എടുക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കാം. ഞാൻ വളരെ കുറച്ച് ഗ്രേവി ആണ് ഇതിനെടുക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളിയൊക്കെ നമ്മൾ ഇളക്കാൻ ഉപയോഗിക്കുന്ന കയ്യിൽ വെച്ചൊന്ന് ഉടച്ചുടച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ കറിയൊക്കെ റെഡിയാണ്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു മുട്ട പുഴുങ്ങിയത് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇടുമ്പോഴത്തേക്കും ഒരു പ്രത്യേക സ്വാദാണ് ഇതിൻ്റെ മുട്ടയുടെ അകത്ത് ഉണ്ണിയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം മഞ്ഞഭാഗം അതെല്ലാം ഇതിനകത്ത് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും ആ ഒരു ഫ്ലേവർ എല്ലാം ചേർത്ത് നല്ലൊരു സ്വാദാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ട സാധാരണ നമ്മളൊന്ന് കുത്തിപ്പൊരിച്ചിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഇടാം.
അപ്പോൾ പക്ഷേ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റിന് ഒത്തിരി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഒത്തിരി അങ്ങ് കുഴച്ച് ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല, വളരെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ടാണ് നമ്മൾ നമ്മുടെ പുട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഞാനൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതാ പുട്ടൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഗ്രേവിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ. കൂടുതൽ വെള്ളം ചേർത്താൽ നല്ല ഗ്രേവി ആയിട്ട് കിട്ടും. നല്ലൊരു എന്താ പറയുക, നല്ല ഡ്രൈ ആയിട്ടിരിക്കത്തില്ല. അത്യാവശ്യം നമ്മൾ കറിയൊക്കെ ഒഴിച്ച് കഴിക്കുന്നത് പോലെ തന്നെ ഇരിക്കും. ഞാനിതിപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ സ്പൂണിൽ വാരി കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ലഞ്ച് ബോക്സ് ആണല്ലോ. അപ്പോൾ ഇത് ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കൊടുക്കാം. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലേക്കൊക്കെ നമുക്ക് കൊടുത്തു വിടാം. ഇനിയിപ്പോൾ അതിനകത്ത് മുട്ട ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ മുട്ട ചേർക്കണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തലേദിവസത്തെ ചിക്കൻ ഗ്രേവി ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ, വീട്ടിൽ ചിക്കൻ ഗ്രേവി, മുട്ടയുടെ ഗ്രേവി ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ഈ കറിക്കകത്തോട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു എക്സ്ട്രാ രുചിക്കാണ്. പിന്നെ നിങ്ങൾക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. മല്ലിപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാം. ഇനി മല്ലിയില ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അല്പം മല്ലിയിലൊക്കെ ചേർക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇപ്പോൾ പുട്ടും കടല അങ്ങനെയൊക്കെ കഴിച്ച് മടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഇത് എന്നും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. Until then, bye bye.